അങ്ങനെ ഞാനിന്ന് ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഞാൻ എൻ്റെ ലോക്കൽ മേക്സി ഡ്രസ്സിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു മാക്സി ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലുള്ളൂ നമുക്കൊരു ഉഷാറായിട്ട് ജോലി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞല്ലോ നമുക്ക് ഇന്നുമോളിൽ നിന്ന് വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അത് ഇന്നുമോൾ വരാൻ പോവാന്ന് കേട്ടപ്പോൾ ഇവിടെ ഒരാൾ ലീവിന് ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു കേട്ടോ. ആൾക്ക് മറ്റേ എവിടുന്ന ലീവ് കിട്ടുക എന്ന് ആലോചിച്ചിട്ട് ഭയങ്കര ഒരു 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 വിർമ്മതയാണ്. ആള് വരട്ടെ. കണ്ടാ നമ്മൾ സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് പോവാൻ തയ്യാറായിക്കണത്. ലീവും തരില്ല, കാരണം ഇന്നുമോൾ വരുന്നത് രാത്രി 10 മണി ആ സമയമൊക്കെ ആവും. അപ്പോൾ അതിനെ ഓൻ അവർ സുബൈക്കാൻ ഇവിടെ ലീവ് എടുത്തിരിക്കണ്ട പറഞ്ഞിട്ട് ഞാൻ ഓനെ സ്കൂളിലേക്ക് ആട്ടി വിട്ട് പറഞ്ഞേക്കാൻ പോവാണ്. അതിന് ടീച്ചേഴ്സ് കാണും, നമുക്ക് സ്കൂളിൽ പോകാൻ മടിയെന്നൊക്കെ ടീച്ചേഴ്സ് അറിയൂട്ടാ. കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ സായിക്കുട്ടി പോവാണ്. ഞാനിന്നൊക്കെ വയ്യാത്ത കാരണം കൊണ്ട് കുറച്ച് വൈകിട്ടാണ് നീറ്റത് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ സായിക്കുട്ടിക്ക് പോകേണ്ട സായിക്കുട്ടിക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ അവന് പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ എനിക്കില്ല ചപ്പാത്തി ഉണ്ടാക്കിയത്. നമ്മളിന്ന് ചപ്പാത്തിയാണ് ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ ചപ്പാത്തി ചുട്ട ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നെയ്യ് ഇങ്ങനെ പുരട്ടി കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. ഇതെനിക്ക് രാജസ്ഥാനിലേക്ക് പോയപ്പോൾ കിട്ടിയ ഐഡിയ ആണ്. അവിടെ അവർ ആ ഒരു അടുപ്പിലിട്ടിട്ട് ഇങ്ങനെ ചുട്ടിട്ടൊരു ചപ്പാത്തി ഉണ്ടാക്കൂലേ, റൊട്ടി. ആ റൊട്ടിൻ്റെ മുകളിൽ അവർ അത് ചുട്ട് കഴിഞ്ഞ് പുറത്തേക്ക് എടുത്ത ശേഷമാണ് അവരിങ്ങനെ നെയ്യ് പുരട്ടുക. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ബട്ടറും ചേർത്തിട്ടാണ് കേട്ടോ ചപ്പാത്തി കഴിക്കുന്നത്. ചപ്പാത്തിയും ബട്ടറും കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഈ ബട്ടർ കഴിക്കുന്ന ശീലം എനിക്ക് കിട്ടിയത് രാജസ്ഥാനിലേക്ക് പോയപ്പോൾ ടീച്ചർ ബട്ടർ കഴിക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ. ടീച്ചർ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പോൾ ബട്ടർ നല്ല ഹെൽത്തി ഫുഡാണല്ലോ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീട് അടിച്ചു വാരിയിട്ട് കുറേ മാറാറൊക്കെ തട്ടാനും അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. ഇങ്ങനെ രണ്ട് പഴയ ഹിന്ദി പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ജോലി എപ്പോഴാണ് തീരണമെന്ന് തന്നെ അറിയില്ല കേട്ടോ. പക്ഷേ എനിക്ക് വേറൊരു ദുസ്വഭാവം കൂടി ഉണ്ട്. ദുസ്വഭാവമാണോ നല്ല സ്വഭാവമാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു പാട്ട് ഇട്ടിട്ട് അതെനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പാട്ട് ഒരു 16 വട്ടം ഇട്ട് കേൾക്കും. ഈ അയൽവക്കക്കാർ എന്നെ എങ്ങനെ സഹിക്കണമെന്നാവോ. ഞാനേ കുറച്ചൊക്കെ ജോലി ഒരുക്കി ഇറങ്ങിയിട്ട് ഞാനൊന്ന് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. പുറത്തേക്ക് പോയിട്ട് എനിക്ക് 2-3 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. നമ്മുടെ യാമിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പോൾ അതിന് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം. പിന്നെ ഇന്നുമോൾക്കൊരു പാൻസ് വാങ്ങിക്കാനുണ്ട്. പിന്നെ അതിനെക്കാട്ടിക്കും അപ്പുറത്തേക്ക് ഇന്നുമോൾ ഇന്ന് രാത്രി വരികയാണ്. അപ്പോൾ അവൾക്ക് മാന്തൾ കൂട്ടിയിട്ട് കറി വേണം പറഞ്ഞിരുന്നു. അപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് മീൻ വാങ്ങിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോ ഇപ്പോൾ വരും, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ ഒരു കളർ ചുരിദാർ മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ സ്ഥിരമായിട്ടുള്ള ചുരിദാർ കേട്ടോ. ഇത് വേറൊരു കളർ ചുരിദാറാണ്. അത് കണ്ടാൽ ഞാൻ സ്ഥിരമായിട്ടുള്ള ആ ചുരിദാറാണെന്ന് തോന്നും. വേണ്ട, 1-2 മെറ്റീരിയലൊക്കെ ഒന്ന് വാങ്ങിക്കണം. എന്നിട്ട് വേണം കുറച്ച് ഒരു 1-2 ഡ്രസ്സൊക്കെ അടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടിയിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. അങ്ങനെ ഞാൻ പുറത്തു പോയി വന്നിട്ട് വീണ്ടും നമ്മൾ ഈ പഴയ മാക്സിന് ഇട്ടു. കാരണം നമുക്ക് മാന്തൽ മുറിക്കാനുണ്ട്. എൻ്റെ മോള് വരുമ്പോൾ കുറേ ദിവസം മുമ്പ് തന്നെ പറഞ്ഞു വെച്ച കാര്യമാണ് ഞാൻ എന്നാണ് വരുന്നത്. അപ്പോൾ എനിക്ക് നല്ല മാന്തൽ കറി, മാന്തൽ വറുത്തതും വേണമെന്നുള്ളത് എന്ന് പറഞ്ഞു വെച്ചുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കിനി മാന്തൽ കറി, മാന്തൽ വറുത്തത് ഉണ്ടാക്കണം. പിന്നെ പയറും ക്യാരറ്റും ഇട്ട ഉപ്പേരി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പയറും ക്യാരറ്റും ഇട്ട ഉപ്പേരി ഉണ്ടാക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ആളിപ്പോൾ ബസ്സിലാണ് വരുന്നത്. അപ്പോൾ ബസ് ഏകദേശം കയറിയിട്ടുണ്ടാവും. എന്നടുത്ത് കയറി എന്ന് പറഞ്ഞിരുന്നു. അല്ല, KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു 8-10 മണിയാവും എത്തുമ്പോഴേക്കും. അപ്പോഴേക്കും നമ്മളിത് വേഗം പ്രിപ്പയർ ചെയ്യട്ടെ. എന്നിട്ട് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഞാനിന്ന് വൈകുന്നേരമാണ് കേട്ടോ ചോറും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. കാരണം ഓളിവിടെ എത്തുമ്പോഴേക്കും എങ്ങനെ പോയാലും ഒരു 11:30 സമയമൊക്കെ ആവും. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തണുക്കൂലേ. അപ്പോൾ വരുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ ഞാൻ ഏകദേശം ഒരു 6-7 മണിക്കാണ് കേട്ടോ ഈ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ മീൻ ഫ്രീസറിൽ വെക്കുമ്പോഴേ ഇതുപോലെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മീൻ ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആവില്ല. നല്ല മീനൊരു ഫ്രഷ്നെസ് ഉണ്ടാവും. അങ്ങനത്തെ ചെറിയൊരു ടിപ്പാണ് കേട്ടോ. അറിയാത്തവരൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കോളിയും. അപ്പോൾ ഞാൻ നല്ല മുളകരച്ച മാന്തൽ കറി ഉണ്ടാക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇന്നുമോൾ ഈ ജനുവരി 7-ാം തീയതിയാണ് നമ്മൾ ജോലിക്കോളെ കൊണ്ടുപോയി ചേർത്ത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ജനുവരി 30 കേട്ടോ. അങ്ങനെ അപ്പോൾ അത്രയും ദിവസം ഞാൻ അവളെ കാണാതിരുന്നിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അവളിങ്ങനെ വരികയല്ല എന്നുള്ള ആ ഒരു സന്തോഷവും ഉണ്ട്. അതെങ്ങനെ ഞാനിത് പറഞ്ഞു തരാതില്ല, അത് എനിക്കറിയണില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ.
അങ്ങനെ. ഈ മാന്തലിൻ്റെ വാല് ആരെങ്കിലും മുറിക്കാറുണ്ടോ? ഞാൻ പണ്ട് മാന്തലിൻ്റെ വാല് മുറിച്ചിരുന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ മാന്തൽ മുറിക്കുമ്പോൾ അതിൻ്റെ വാലും കൂടെ മുറിക്കും. അപ്പോൾ നമ്മൾ ധൃതിപ്പെട്ട് പണിയെടുക്കുമ്പോഴാണല്ലോ നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. അപ്പോൾ നിലത്ത് നമ്മൾ സിങ്കിൻ്റെ അടിയിൽ നിന്ന് എന്തോ ചോർച്ച ഉണ്ടായിട്ട് എൻ്റെ വെള്ളം മൊത്തം കിച്ചണിൽ പോയിക്കായിരുന്നു. അപ്പോൾ അത് ഞാൻ തുടച്ചു. പിന്നെ ബാക്കി എൻ്റെ സായ്ക്കുട്ടിയും തുടച്ചു. സായ്ക്കുട്ടി ഇപ്പോൾ ഈ ഇന്നുമോളെ പോലെ തന്നെ ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഓനുൻ്റെ വലങ്കൈ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മീൻകറി തയ്യാറായിട്ടുണ്ട്. നമ്മൾ മീനിങ്ങനെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്, മുളക് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഇന്നുമോൾ വരാൻ സമയത്താണ് ഞാൻ വറുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സായ്ക്കുട്ടി എനിക്ക് എന്തെങ്കിലും സ്നാക്സ് വേണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ജാംജുമിക്ക് പോയിരുന്നപ്പോൾ ഈ നഗ്ഗറ്റ്സ് ഉണ്ടാവില്ലേ, അത് വാങ്ങിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഈ നഗറ്റ്സ് ഞാൻ ഒരു പ്രാവശ്യം ഇതിൻ്റെ മുൻപ് വെറുതെ ഒന്ന് വാങ്ങിച്ചു നോക്കിയതാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാനും സായ്ക്കുട്ടി മാത്രമാകുമ്പോൾ ഞങ്ങൾക്കത് കുറച്ച് എമൗണ്ട് മതിയേനും. അപ്പം ഞാനിപ്പോൾ ഒരു നഗറ്റ്സിൻ്റെ പാക്കറ്റ് എപ്പോഴും ഫ്രീസറിൽ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എയർ ഫ്രയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിലിട്ട് പൊരിക്കേണ്ട ആവശ്യമില്ല. മറ്റേത് ഇങ്ങനെ എയർ ഫ്രയർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിത് ഇങ്ങനെ പൊരിക്കാൻ എണ്ണയും വേണം, പിന്നെ അത് ഹെൽത്തിയും അല്ലല്ലോ. അപ്പോൾ എയർ ഫ്രയറിലിട്ടിട്ട് അത് ഇങ്ങനെ നഗറ്റ്സ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുമ്പോഴും ഒക്കെ ഒരു നഗറ്റ്സ് ഫ്രിഡ്ജിലുണ്ടായിരിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ പുതിയ കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ ഞാൻ പയറും ക്യാരറ്റും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പയറും ക്യാരറ്റുള്ള ഉപ്പേരി നമുക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. എനിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. ഈ പയറും ക്യാരറ്റും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു കളറാണല്ലോ. ആ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഉപ്പേരി കഴിക്കാൻ തോന്നും. നമ്മളൊരു ഫുഡ് ഭംഗിയാവണത് അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ മണം, അതിൻ്റെ കാഴ്ചയും കൂടിയാണല്ലോ. അങ്ങനെ അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഉപ്പേരിയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നഗറ്റ്സൊക്കെ നഗറ്റ്സ് ഒരു സൈഡ് പൊരിച്ചാൽ പിന്നെ നമ്മൾ മറു സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ രണ്ട് സൈഡും കൂടി പൊരിച്ച് നമ്മുടെ നഗറ്റ്സും റെഡി ആയിട്ടുണ്ട്. ഇനി ഇന്നുമോൾക്ക് നമ്മൾ എന്താ പറയുക, ഇന്നുമോൾ വരാനൊരു 10-15 മണിയാവും. അപ്പോൾ ആ സമയം വരെ ഞങ്ങൾക്കൊന്ന് പിടിച്ചേക്കണ്ടേ. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഒരുമിച്ച് ചോറുണ്ടാകുന്നൊക്കെയാണ് ഞാനൊരു സായ്ക്കുട്ടിയൊക്കെ കരുതിയത്. നഗറ്റ്സ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നുമോളെ ബെഡ്റൂമിൽ വെച്ച് ചെയ്ത ബെഡ്ഷീറ്റൊക്കെ നമ്മൾ മാറ്റി ഇന്നുവിൻ്റെ പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. സായ്ക്കുട്ടിയെ, എൻ്റെ സായ്ക്കുട്ടി ഇങ്ങനെ തലയണ കവറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. എനിക്ക് ചേച്ചിനെ മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ആ എന്താടാ ഓന് പിന്നെ എല്ലാം ഓപ്പോസിറ്റേ പറയുള്ളൂ, അതാണ്. ഇന്ന് എൻ്റെ സായ്ക്കുട്ടിക്കും എനിക്കും നല്ല ഉഷാറിലാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സാധാരണ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കാവുമ്പോഴേ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ വയ്ക്കാതെ ഒരു കയ്യും കാലും അനങ്ങാൻ വയ്യാത്തൊരവസ്ഥ? ആ ഒരു അവസ്ഥയിലാണ് ഞാൻ കേട്ടോ. സായ്ക്കുട്ടി പിന്നെ അവർക്ക് ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും, കാര്യങ്ങളൊക്കെ സെറ്റാക്കും. പക്ഷേ ഇനി ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ. കറക്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ലൈഫ് ഒന്നും കൂടെ സെറ്റിലാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാത്തിരിപ്പിന് ശേഷം നമ്മളെ ഇന്നുമോള് വന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ എല്ലുമോള് എന്നിട്ട് വാ വിട്ടേ. അങ്ങനെ എത്ര കാലം ഇത് പോയിട്ട് ഇങ്ങനെ തണുപ്പേ. ഈ മാസം 7-ാം തീയതി. എന്താ അപ്പൊ നമ്മള് ഇന്നുമോള് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങളെന്തൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തൊരു മാന്തളകാരന്റെ മണമൊന്നും വരാത്തെന്താ? ആ സാധനത്തിന്റെ മണം വരുന്നുണ്ട്. അതെ, മാന്തളില്ലേ? ചോറ് വരും പറഞ്ഞില്ലേ? മാന്തൾ കൊണ്ടെനിക്ക് മാങ്ങാൻ പറഞ്ഞ രാത്രി ഞാൻ ഉച്ചക്ക് തിന്നിട്ടുള്ളൂ. തിന്നിട്ട് മാന്തൾ കറി വറുക്കട്ടോ. ഈ കുളിച്ചിട്ടില്ലല്ലോ? ഇല്ല, കുളിച്ചു വരുമ്പോഴേക്കും നമ്മൾ ചോറും കറിയൊക്കെ സെറ്റ് ചെയ്തിരിക്കാം. അപ്പൊ ചോറില്ലേ? ചോറൊക്കെ ഞാൻ വെച്ചിട്ട് വരുമ്പോ ഞാൻ വിചാരിച്ചു ടേബിളിൽ അതിനെക്കാരൻ എത്ര സ്നേഹത്തോടെ വിളിച്ചെത്തുന്ന വിചാരിച്ചു. ചോറായിട്ടില്ല, മീൻ വറുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ രസം, ചോറില്ലാന്ന് രസം. നീ ചെല്ലേ. ഓക്കെ, എന്റെ സ്വന്തം ബാത്റൂം എങ്ങനെയുണ്ട്? എന്റെ സ്വന്തം ബാത്റൂം കണ്ടപ്പോ അതോൻ്റെ ഉണ്ടികയാണ്. ആ ഉണ്ടികയിൽ നിജു വേണം പൈസ നടക്കാൻ. ഓന്റെ സകല പ്രതീക്ഷയും നിജാണ്. എടാ നമ്മൾ ജീജി വരുമ്പോ വിരിച്ചിട്ട് ബെഡലായ്മൊക്കെ കടന്നിട്ട് ഇജി കേടത്തിയതൊക്കെ എന്ത് മനുഷ്യനാണ് ജി? അന്റെ പല്ല് പറഞ്ഞോ?
അന്ന് പറഞ്ഞല്ലേ ഇവിടുത്തെ അന്ന് അനക്കിതാ പുതിയ സോപ്പ് കുളിക്കാൻ. അനക്കൊരു ദുബായിൽ നിന്ന് ഫീൽ കിട്ടിയില്ലേ അപ്പോൾ? അനക്കിപ്പോൾ ഒരു ജോലിക്കാരെ ഫീൽ കിട്ടിയില്ലേ? എന്നോട് ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലേ, ജോലിക്കാരായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇവിടെ തേരാപാരം നടന്നിട്ട് എൻ്റെ ചിലവിൽ ഇവിടെ തേരാപാരം നടക്കുമ്പോഴാണ് ഞാൻ അതൊന്നും പറയല്. എനിക്ക് ജോലിയൊക്കെ ചെയ്ത് വരുമ്പോൾ നമ്മൾ എന്നെ മുന്നുവേണം നോക്കും. മനസ്സിലായല്ലോ? പുതിയ പൊട്ടിക്കൂറ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് കുളിച്ചൂട്. നല്ല സ്ട്രോങ് ഷവറിന് വെള്ളം തുറന്നു വിടണം. എന്താ എൻ്റെ അവിടെ കിണറ്റത്തെ വെള്ളമായതുകൊണ്ട് നല്ല വെള്ളമാണ്. പക്ഷെ ആ ഷവറ് ഇങ്ങനത്തെ സ്ക്വയർ ഷവറാ. പിന്നെ അതിന് കുറച്ച് ഇങ്ങനെ വെള്ളം വരുള്ളൂ. ഇതില്ല, സ്ട്രോങ് ഇല്ല. ഇപ്പൊ തലനച്ച് കുളിക്കണ്ട, മേലഴിക്കാൻ മതി. നാളെ ഇനി തല നനക്കണ്ട, ഇവിടുന്ന് തല നനക്കണ്ട, വെള്ളം അധികം മാറ്റണ്ട. ഞാൻ വെള്ളം തന്നെയാണ് ശീലിച്ചോ, അതാണ് നല്ലത്. കുളിച്ചിട്ട് വരാം ഗൈസ്. എന്നാ കുളിച്ചിട്ട് വാ. ചോറും കറിയും ഒക്കെ സെറ്റപ്പ് ആയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ കിട്ടിയില്ലേ? എങ്ങനെയുണ്ട് ജോലിക്കാരി വന്നപ്പോ? ജോലിക്കാരി വന്നപ്പോ എങ്ങനെയുണ്ട്? ടൂറ് പോയിട്ട് തൂറ്റൽ പിടിച്ച് വന്നിട്ട് പോലും എനിക്ക് അതാണ് ജോലിക്കാരായിട്ടുള്ള ഗുണേ. അല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ജോലി കുട്ടികൾക്ക് പോയി ആരും മെയിൻ ചെയ്യാം. അങ്ങനെ ജോലിക്കാരായിട്ട് വെള്ളം വെള്ളം എന്ത് വാതിലൊക്കെ എന്താണ് ഇത്ര തണുക്കുന്നത്? അതേ വണ്ടിയിൽ വന്നതിൻ്റെയാണ്. തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് ഞാന് ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഏകദേശം 10-12 സമയമായി. ഈ ഇങ്ങനെ വന്ന് ബസ്സിൽ നമുക്ക് അങ്ങാടിപ്പുറത്തേക്ക് ട്രെയിൻ ആ സമയത്ത് ഉണ്ടായില്ല അല്ലേ? ആ സമയത്തുണ്ട്. പക്ഷെ ഒന്ന് ഫ്രൈഡേ ആയ കാരണം കൊണ്ട് സാറ്റർഡേ സൺഡേ ലീവിന് ആൾക്കാർ വരുന്ന കാരണം കൊണ്ട് നാളെ തിരക്കാതാണ്. അതുകൊണ്ടാണ് തരാൻ. അപ്പൊ ആള് അങ്ങനെ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട്. രാത്രി 10 ഞാനാ എത്തിയത്. ഞാൻ ബ്ലറായിട്ട് ഇരിക്കണത്. ഒന്ന് മുന്നിക്ക് നിൽക്കുക. ആള് 10-12 ഇനി നാളെയാണ് നമുക്ക് യാമക്കുട്ടിയുടെ ബർത്ത്ഡേ ഉള്ളത്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസ്, അങ്ങോട്ട് പോകണം, പിന്നെ എന്നോട് കൂടെ കുറച്ചു നേരം ഇരിക്കണം. അങ്ങനെ കുറച്ചു നേരം ഇരിക്കാനൊന്നും ഒഴിവില്ല. നാളെ കുറെ സ്ഥലങ്ങൾക്ക് പോയി വരാനുണ്ട്. എവിടെ ഞാൻ എവിടെ ഇരിക്കണേ? ഞങ്ങൾക്ക് വീട്ടിലേക്ക് വന്ന് ഞാൻ എന്തോ ആവശ്യത്തിന് വന്നിരിക്കണം, അല്ലാതെ വീട്ടിലിരിക്കാൻ വന്നിക്കല്ല. ഞാൻ ജോലിയും കൂലിക്കാകുമ്പോ അങ്ങനെ കൊറേ ഇങ്ങനെ ഇരുന്ന തന്നെയല്ലേ വീട്ടില്. ഒരു ജോലി കിട്ടാൻ കൊതിച്ചിട്ടില്ലേ? നാട്ടിലേക്ക് ഇറങ്ങുമ്പോ മോൾക്ക് ജോലി ചെയ്യില്ലേ, മോൾക്ക് ജോലി ചെയ്യില്ലേ, മോൾക്ക് ജോലി ചെയ്യില്ലേ. പണ്ട് ആൺകുട്ടികൾക്ക് ഈ പ്രശ്നം, ജോലി ആയില്ലേ മോനെ എന്ന് ചോദിക്കണേ. ഇപ്പൊ പെൺകുട്ടികളോട് ഈ ചോദിച്ചേക്കാൻ തുടങ്ങിയില്ലേ. അപ്പൊ ഇങ്ങനെ എല്ലാവരും ചോദിക്കും മോൾക്ക് ജോലി ആയില്ലേ. അപ്പൊ നമുക്ക് ടെൻഷനായിരുന്നു. ഇത് കുറച്ചു ഇപ്പൊ ജോലി ആക്കണം എന്ന് പറഞ്ഞാൽ ആലോചിച്ചിട്ട്. അങ്ങനെ ഇപ്പൊ ജോലി കിട്ടിയില്ലേ, ഇതിങ്ങനെ ഇതിന്റെ ഉള്ളിൽ കിടന്നിറങ്ങിയും മറ്റേ ഇങ്ങനെ ഇറങ്ങി ഇറക്കം ചെയ്യുന്നല്ലായിരുന്നാ. അപ്പൊ വേറെ കുറെ ഒഴിഞ്ഞിരുന്നില്ലേ ഈ കുറച്ച്. അതായത് ഇപ്പൊ ജോലിക്കാരായിട്ട് വരുമ്പോ നമുക്ക് സുഖമാണല്ലോ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ടല്ലോ. അതേപോലെ ഒന്നും ഒഴിഞ്ഞിരിക്കാൻ പറ്റൂല, അതാ ഉദ്ദേശിച്ചത്. അതിപ്പോ ഇയാൾ പോയിട്ടല്ലേ ഉള്ളൂ, കുറെ കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാനുണ്ടല്ലോ. അപ്പൊ ചെയ്യുമ്പോൾ ശരിയാവും. അപ്പോൾ ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ വേണ്ടി വരാൻ പറ്റുമായിരിക്കാം, മേ ബി, അറിയില്ല. ഈ ലൈഫ് ഇനി ഈ 20s മൊത്തം നല്ല വർക്ക് ചെയ്തിട്ട് 30s റെസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ 20s നല്ല വർക്ക് ചെയ്യണം, നല്ലവണ്ണം ഏൺ ചെയ്യണം, പൈസ ഉണ്ടാക്കണം അക്കൗണ്ടിൽ. മനസ്സിലായോ? അപ്പോൾ അതൊക്കെയാണ് നമുക്ക് നമ്മൾ ഇനി പുതിയ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ഞാൻ അവിടുത്തെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറയട്ടെ. അവിടുത്തെ കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാൻ നിൽക്കുക. ബൈ.